എന്തെന്ന് സങ്കല്പിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായി വിചാരിച്ച കാര്യം നടക്കുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്തിനെ ഓർത്ത് കരയും, എന്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും? പരമമായ സത്യം ഇതാണ്. നിങ്ങൾ ആരും വെറുതെ ജീവിതം തുലയ്ക്കരുത്, കളയരുത്, സമയം പാഴിലാക്കരുത്, ദുഃഖിച്ചിരിക്കരുത്. കാത്യായനി വ്രതം. ഗോപികമാര് കൃഷ്ണനോടുള്ള അവരുടെ ആ ഒരു പ്രിയം, ഇഷ്ടം, അനുരാഗം, കൃഷ്ണനോടുള്ള അവരുടെ ആ ഒരു അങ്ങേയറ്റത്തൊരു ആവേശം, അവരുടെ മനസ്സിൽ കൃഷ്ണൻ അവരുടെ പതിയായി കിട്ടണം എന്നൊരാഗ്രഹം ഉദിച്ചു. അങ്ങനെ ഗോപികമാരുടെ ജീവിതത്തിൽ അവരാണ് ധനുമാസത്തിലെ തിരുവാതിര ആദ്യമായി ആഘോഷിച്ചത്. ഈ ധനുമാസ തിരുവാതിര എന്ന ഒരു കേരളീയരുടെ തിരുവാതിര ആഘോഷത്തിൻ്റെ ഉദ്ഭവം എന്ന് പറയുന്നത് വൃന്ദാവനത്തിലെ ഗോപികമാരിൽ നിന്നാണ്. അവരാണ് ഈ ആഘോഷം കൊണ്ടുവന്നത്. അപ്പം അവർക്ക് കൃഷ്ണനെ പതിയായി കിട്ടാൻ വേണ്ടി അവർ കാളിന്തിയിലിറങ്ങി അവിടുത്തെ ആരാധനാദേവിയായ കാത്യായനി ദേവിയോട് കൃഷ്ണനെ പതിയാക്കി തരണം എന്നപേക്ഷിക്കുന്ന പ്രാർത്ഥനയോടുകൂടി അവർ നടത്തിയ ഒരു വ്രതാനുഷ്ഠാനമാണ് കാത്യായനി വ്രതം. അങ്ങനെ ഈ തിരുവാതിര സമയത്തോ ധനുമാസത്തിലെ സമയത്ത് അവർ രാവിലെ പുലർച്ചയ്ക്ക് കാളിന്തി തീരത്ത് വന്നോ വസ്ത്രം കഴിച്ചു വെച്ച് അവർ കുളിക്കുന്നു. അവർ മഞ്ഞൾപ്പൊടി കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി, ഒരു സങ്കല്പം കാത്യായനി ദേവിയാണ്. എന്നിട്ട് ആ ദേവിയുടെ രൂപം നോക്കി എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. കാത്യായനി 22-ാം അധ്യായമാണ് ഞാൻ വായിക്കുന്നത്. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരീ നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാത്യായനി ദേവി കൃഷ്ണനെ ഞങ്ങൾക്ക് നന്ദഗോപസുതം പതിം കുരു, ഞങ്ങൾക്ക് നന്ദഗോപപുത്രൻ പതി ഭർത്താവായി തീരാൻ അനുഗ്രഹിക്കും. ഈ വ്രതത്തിൻ്റെ പരിസമാപ്തി ദിവസം കൃഷ്ണൻ വൃന്ദാവനത്തിലെത്തി, ഈ കാളിന്തി തീരത്തിലെത്തി. അപ്പം ഇവർ പുലർച്ചയ്ക്ക് ഇങ്ങനെ വന്ന് കുളിച്ച് നെൽപ്പൊടിയൊക്കെ വെച്ച് ഉറക്കെ പറയുന്നുണ്ട്. എന്ത്? കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ. ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് മുങ്ങിയതും പെട്ടെന്നവർ ഞെട്ടൽ പോലെ കേൾക്കുന്നു പുല്ലാങ്കുഴൽ നാദം. അവർക്ക് അത്ഭുതമായി. ദേവി പ്രാർത്ഥന ശരിക്കും കേട്ടു. കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ ഒരു ലക്ഷണമല്ലത്. കാരണം എന്തെന്ന് സങ്കല്പിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായി വിചാരിച്ച കാര്യം നടക്കുന്നു. അങ്ങനെ അവർ ആ സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ആനന്ദത്തിലാണ്. അപ്പം അതിലൊരു ഗോപിക പറഞ്ഞത്, നിങ്ങൾ കൃഷ്ണനെ മാത്രമല്ലേ കണ്ടുള്ളൂ, എന്നാൽ അതിൻ്റെ അടുത്തുള്ള കൊമ്പിലേക്കും കൂടി നോക്കാൻ. അടുത്ത കൊമ്പിലേക്ക് നോക്കുമ്പോഴാണ് ഇവരെല്ലാം ഉടുത്ത് അഴിച്ചിട്ട് ആ വസ്ത്രം കൂടി അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ആ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് പരിസരബോധം വന്നത്. തുണിയില്ല, മേലുടുപ്പ് ഉടുത്ത് ഒരു വസ്ത്രമില്ല, പൂർണ്ണമായി വസ്ത്രവിവസ്ത്രകളാണ്. പിന്നെ അവർക്ക് നന്ദഗോപസുതം കുരു ഒന്നും വേണ്ട, പിന്നെ അവർക്ക് തുണിയും കുരുന്നായി. നാണം മാറണ്ടേ? അവര് പറഞ്ഞു, കൃഷ്ണ ഞങ്ങൾക്ക് വസ്ത്രം തീയതാ. അല്ല ഗോപികമാരെ, പതിയും കുരു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ കുരു ഒന്നും വേണ്ട. ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നാണക്കേട്, വസ്ത്രം തരൂ. പിന്നെ പറഞ്ഞു, തോഴികളല്ലേ, പ്രിയകളല്ലേ, സഖികളല്ലേ, എന്തും പറഞ്ഞാൽ അനുസരിക്കില്ലേ കൃഷ്ണ, കളിയാക്കരുത്, പരിഹസിക്കരുത്, ഞങ്ങളെങ്ങനെ വല്ലാതെ ഭഗവാനെ മോശക്കേടാക്കരുത്. അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾക്ക് എന്ത് തരണം?
ഞങ്ങളുടെ വാസന്തീയത, വസ്ത്രം തരണം. ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ നിങ്ങളുടെ വസ്ത്രം എനിക്കെന്തിനാ? ഞാനിതെന്താ കൊടുക്കാൻ പോകുന്നുണ്ടോ? നിങ്ങളുടെ വസ്ത്രമൊക്കെ എനിക്കെന്തിനാ? കയറി വരും വസ്ത്രം തരാന്ന്. അപ്പൊ അവര് പറഞ്ഞു, ആ പണി നടക്കില്ല. കാര്യം കയറി വരാൻ പോലും നാണക്കേടല്ലേ, തുണി വേണ്ടേ മേല്. കൃഷ്ണൻ പറഞ്ഞു, കയറി വന്നാൽ വസ്ത്രം തരാം. കൃഷ്ണ വസ്ത്രം തരൂ. ഇത് കേട്ടപ്പോ, വസ്ത്രം തരുന്നില്ല എന്ന് കണ്ടപ്പോ, രാധയായിരിക്കാന്നാണ് പറയാ. ഒരു ഗോപികയ്ക്ക് കലി വന്നു. ഗോപിക പറഞ്ഞു, രാജ്ഞി ബ്രുവാമഹേ എന്നാണ്. വസ്ത്രം തന്നില്ലെങ്കിൽ ഞാൻ നന്ദഗോപരോട് പറഞ്ഞ് 2 മേടിച്ചു തരുന്നു. കൃഷ്ണന്മാർ ഒരു വിരോധമില്ല, വേഗം പോയിട്ട് വരുമെന്ന്. ആരടുത്തേക്ക്? നന്ദഗോപരടുത്തേക്ക് പോവാൻ. നന്ദഗോപരടുത്തേക്ക് തുണിയില്ലാതെ പോകാൻ പറ്റും. അപ്പോഴാ ഗോപികയ്ക്ക് മനസ്സിലായത്, ഈ വരട്ടോണ്ടൊന്നും കാര്യം നടക്കില്ല. കാരണം കൃഷ്ണന്റെ അടുത്ത് വസ്ത്രം കിട്ടില്ല. അവസാനം നേരം പുലർച്ചെക്കൊണ്ടിരിക്കുക. അന്ന് മൊബൈലില്ല, അവരുടെ ഭാഗ്യം ഇല്ലേ, നാണക്കേടല്ലേ. ഇവര് പതുക്കെ അങ്ങോട്ട് വെള്ളത്തിൽ നിന്ന് കയറി, എന്നിട്ടെല്ലാം നാണം മറച്ച് പാവം എങ്ങനെ നിൽക്കും എല്ലാവരും കൂടെ. കൃഷ്ണനോട് വസ്ത്രം ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ്, എന്നാലും നിങ്ങൾ തുണിയില്ലാതെ വെള്ളത്തിൽ മുങ്ങി ഒട്ടും ശരിയായില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്താ പ്രായശ്ചിത്തം? ആകെ നാണം മറയ്ക്കാൻ 2 കൈകളേ ഉള്ളൂ. ആ 2 കൈയും മുകളിലേക്ക് വെക്കണം എന്ന്. ഇന്നെങ്ങാനും കൃഷ്ണൻ ജീവിച്ചിരുന്നാൽ പോക്സോ കേസാണ്. ജനിച്ചിടത്തേക്ക് തന്നെ പോണം. എവിടെ? കാരാഗൃഹത്തില്. പാവം ബെയില് പോലും കിട്ടില്ല, നോൺ ബെയിലബിളാന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ ഗവൺമെന്റും കൂടിയേ വൃത്തി ഇല്ലേ. കാരണം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ കേരളം ഭരിക്കുന്നത്. ചൂണ്ടിക്കാണിച്ച് ആ വിളക്ക് കത്തിച്ചെടുത്താണോ ഗുരുവായൂരപ്പൻ എന്നൊക്കെ സംശയമുള്ള ആൾക്കാരൊക്കെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കൈ 2 മൂർധാവിലേക്ക് വെക്കാൻ പറഞ്ഞു. പാവം ഗോപികമാര് കൈ 2 മൂർധാവിലേക്ക് വെച്ചു. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് വേണം ബാക്കി പറയാൻ. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ശരിയാണോ? ആണല്ല എന്ന് പറയരുത്. ഒന്നെങ്കിൽ ആണാ അല്ലെങ്കിൽ അല്ല. കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? അല്ലല്ലോ. ഇപ്പൊ ഗുരുവായൂരായതുകൊണ്ട് ഒരു പേടിയുണ്ടോ നിങ്ങൾക്ക് പറയാൻ? ആണോ അല്ലയോ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ അല്ലയോ? ആണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ശരിയാണെന്ന്. അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അത് ശരി, കണ്ടവന് തുണിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? അവനവന് തുണിയുണ്ടോ നോക്കിയാ പോരെ. കണ്ടവൻ തുണിയില്ലാതെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? അല്ലേ? അല്ല, ഞാൻ തമാശ പറയില്ല. പൊതുവെ കൃഷ്ണൻ ചെയ്തത് ശരിയല്ല എന്നതല്ലേ ഒരു സോഷ്യൽ ഓർഡറിലുള്ളത്. ആണോ? കാരണം കൃഷ്ണൻ ആ ചെയ്യുന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലും പൊതുവെ സ്ത്രീകൾക്കൊരു അവരുടെ ഒരു മാന്യത പോകുന്ന പോലെയാണ്. ആണോ? എന്നാൽ കൃഷ്ണൻ എന്തിനിത് ചെയ്തു? അതിന് കൃഷ്ണൻ തന്നെ വ്യക്തമായ ഉത്തരം 26-ാം ശ്ലോകത്തിൽ. അതാണ് ഇതിന്റെ ഒരു കണ്ണി, ഒരു പ്രധാന ക്രക്സ് എന്ന് പറയുന്നത്. ആ 26-ാം ശ്ലോകം ഈ അധ്യായത്തിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാവും. അവിടെ കൃഷ്ണൻ ഗോപികമാരോട് പറയുന്നുണ്ട്, ഗോപികമാരെ, മയ്യാവേശിതത്യാം കാമകാമായ കൽപ്പതേ വർച്ചിത്വാ കുദിദാദാന പ്രായോ ബീജായ നേഷ്യതേ. ഗോപികമാരെ, എന്നിലുള്ള ഭക്തി ഏതുപോലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർച്ചിത്വ കൊതിത ധാന. നിങ്ങൾ ശ്ലോകം നോക്കിക്കോണേ. ഭർച്ചിത കൊതിത ധാന. ധാന്യം ഭർച്ചിതം. ധാന്യം ഭർച്ചിതം എന്ന് പറഞ്ഞാൽ വറക്കുക. ധാന്യം വറുത്തു കഴിഞ്ഞാൽ, വിത്ത് വറുത്തു കഴിഞ്ഞാൽ ബീജം ന ഇഷ്യതേ. ബീജം അതൊരിക്കലും മുളക്കില്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ. വിത്ത് വറുത്താൽ പിന്നീട് അത് മുളക്കില്ല എന്നർത്ഥം. ഇതുപോലെ എന്നിൽ അർപ്പിച്ച മനസ്സ് വീണ്ടും ഒരു ജന്മമെടുക്കേണ്ടതായി വരില്ല. ചുരുക്കി പറഞ്ഞാൽ,
എന്നോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, എന്നെ പ്രാപിക്കാൻ എന്നിലേക്ക് മനസ്സിനെ അർപ്പിക്കും. ഗോപികമാരെ, തന്നോളം ഗോപികമാരെ ഭഗവാൻ ഉയർത്തുന്ന, അനുഗ്രഹിക്കുന്ന കഥയാണ് ഇവിടെ ഈ ഒരു ഗോപി വസ്ത്രാപഹരണ ലീല, അല്ലെങ്കിൽ കാത്യായനി വ്രതം. അവർക്ക് പതിയായിട്ട് മതി കൃഷ്ണനെ. പക്ഷെ ഭഗവാൻ അവരോട് പറയുന്നു, എന്നെ പതിയാക്കാനല്ല ശ്രമിക്കേണ്ടത്, ഞാനും നിങ്ങളും ഒന്നെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അവതാരമൂർത്തി ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്തിനാ വസ്ത്രം ഭഗവാൻ എടുത്തു മാറ്റിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ആ വസ്ത്രബോധത്തിൽ നിന്നും, പെണ്ണുങ്ങളാണെന്ന ദുർബല ബോധത്തിൽ നിന്നും, നിങ്ങൾ ജീവാത്മാക്കളാണ്, ജീവാത്മാവായ നിങ്ങൾ പരമാത്മാവിലേക്കെത്തി നമ്മളൊന്നാവാൻ പൂർണ്ണ യോഗ്യരാണ് എന്ന് ഭഗവാൻ ഉറപ്പിക്കുകയാണ്. അപ്പൊ നോക്കൂ, ഇതൊരു വലിയ സത്യമാണ്. ഈ വസ്ത്രം എന്ന് പറയുന്നത് ഭഗവാൻ ദേഹത്തെയാണ് എന്നത് ഗീതയിൽ 2-ാം അധ്യായത്തില് 20-ാം ശ്ലോകം എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗീതയിലെ 2-ാം അധ്യായത്തില് 20-ആണോ 22-ആണോ ക്ലാരിഫൈ ചെയ്യണം. വാസംസിജീർണാനി, എത്രാമത്തെ ശ്ലോകം? 22. വാസംസിജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ, എപ്രകാരമാണോ വാസം ജീർണാനി, വസ്ത്രം ജീർണിച്ചാൽ, മുഷിഞ്ഞാൽ, നവാനി ഗൃണ്ണാതി, പുതിയതെടുക്കുന്നു, അതുപോലെ തഥാ ശരീരം ജീർണാനി, ശരീരം ജീർണിച്ചാൽ, നവാനി ശരീരം ഗൃണാതി, പുതിയ ശരീരത്തെ, ദേഹി ഗൃണാതി, ദേഹി പുതിയ ശരീരത്തെ എടുക്കുന്നു. അപ്പൊ ഈ ദേഹി, ദേഹം, ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം. ദേഹി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ദേഹം. ഭഗവാൻ വസ്ത്രമെടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ദേഹബോധത്തിൽ നിന്നും ഗോപികമാരെ ജീവാത്മഭാവത്തിലേക്കും, അല്ലെങ്കിൽ ദേഹിബോധത്തിലേക്കും ജീവാത്മബോധത്തിലേക്കും, അവിടെ നിന്ന് പരമാത്മബോധത്തിലേക്കും ഉയർത്തി അവരെ ഒന്നാക്കുന്ന കഥയാണ് ഗോപി വസ്ത്രാപഹരണ ലീല. എവിടെ എത്തുന്നു ആ കഥ? അതിൽ തുണിയായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മളതിനെ വെറും വ്യവഹാരത്തിൽ കാണുമ്പോഴാണ് സ്ത്രീയുടെ നഗ്നതയും മറ്റുമൊക്കെ വരുന്നത്. ഇതിനങ്ങനെ ഒരു ശരീരത്തിൻ്റെ തലമേ ഇല്ല. ഇതെവിടെ കിടക്കുന്നു ഈ കഥ? ഭഗവാൻ അത്രമാത്രം അവരെ കൈപിടിച്ച് പറയൂ, ഉണർത്തുകയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്തിനെ ഓർത്ത് കരയും, എന്തിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കും? പരമമായ സത്യം ഇതാണ്. ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്, ഒന്ന് നമ്മളെ, നേരത്തെ പറഞ്ഞു ഞാൻ, ഒരു വാസനയുടെ പിടിയിൽ നിന്നും വേർപ്പെടുത്തണം. 2, നമ്മളെ പൂർണ്ണതയിലേക്ക് ഉയർത്തണം. അതിനുള്ള നിരന്തരമായ പ്രയത്നം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വസ്ത്രാപഹരണ ലീല ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് വസ്ത്രബോധത്തിൽ നിന്നും മാറണം, ബ്രഹ്മബോധത്തിലേക്ക്, പരമാത്മബോധത്തിലേക്ക് ഉയരണം. മനസ്സിലാവുണ്ടോ? ഇങ്ങനെ ഓരോ കഥ എടുത്തു നോക്കിയാലും നമ്മളോടുള്ളൊരു വാത്സല്യം, കാരുണ്യം, ദയ, നമ്മളോടുള്ള ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എത്രമാത്രം ഉണ്ടെന്ന് നോക്കൂ നിങ്ങൾ ആരും വെറുതെ ജീവിതം തുലയ്ക്കരുത്, കളയരുത്, സമയം പാഴിലാക്കരുത്, ദുഃഖിച്ചിരിക്കരുത്, വിഷമവും പരിഭവവും പറഞ്ഞ സമയം കളയരുത്. മെനക്കെടൂ, പണിയെടുക്കൂ, ഒത്തിരി കഷ്ടപ്പെടണം. കാരണം ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അത്ര കാരണം ജന്മങ്ങളുടെ ഒരു ബന്ധനത്തിൽ
ജീവൻ അങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. പുനശ്ച ജന്മാന്തര കർമ്മയോഗാത് സജീവമുഹ്യതി എന്ന് കൈവല്യോപനിഷത്തിൽ പറയും. എത്രയോ ജന്മജന്മങ്ങളുടെ വാസന കൊണ്ട് ഇതിങ്ങനെ ബന്ധിതമായി കടന്നു. അങ്ങനെ അതിൽ നിന്നും പുനശ്ച ജന്മാന്തര കർമ്മയോഗാൽ സജീവമുഹ്യതി, ജീവൻ മോഹിച്ചു പോയി, അതിൽ കുരുങ്ങിക്കിടക്കുകയാണ് അതിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മം. അത് തന്നെയാണ് ബ്രഹ്മം. ഇതെല്ലാം കൈവല്യ ഉപനിഷത്തിലെ മന്ത്രങ്ങളാണ്. ഇങ്ങനെ ഭഗവാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാം ഉള്ളിലുണ്ട്, വൈഭവം ഉള്ളിലുണ്ട്, മഹത്വം ഉള്ളിലുണ്ട്. അല്പമൊന്ന് ശ്രദ്ധയോടുകൂടി സാധന അനുഷ്ഠിക്കാൻ തയ്യാറായാൽ ഒരു പരിവർത്തനം നമുക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥയാണ് വസ്ത്രാപഹരണ ലീല. ഇങ്ങനെ ഓരോ കഥകളും നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ് നോക്കൂ നിങ്ങൾ. ഇതെല്ലാം കൃഷ്ണന്റെ മഹിമ പറയുന്ന കഥകളല്ല, മറിച്ച് ജീവനെ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന കഥകളാണ്. ഈ ബോധം നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ.